ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ കഥകളുടെ ലോകത്തിലേക്കുള്ള യാത്ര ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു മോഷണത്തിന്റെ കഥയാണ്. ആര് ആർക്ക് വേണ്ടി എന്താണ് മോഷ്ടിച്ചത് അറിയണ്ടേ? എല്ലാവർക്കും വീണ്ടും സ്വാഗതം അമ്മുവിന്റെ കഥാലോകത്തിലേക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനപ്പൂട എന്നുള്ള കഥയാണ്. അത് ഇങ്ങനൊരു പുസ്തകമായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലൊരു 7ഓളം കഥകളുണ്ട്. അതിൽ ആദ്യത്തെ കഥയാണ് ആനപ്പൂട. ഇതൊരു ആനവാലിന്റെ മോഷണ കഥയാണ്. മോഷ്ടാവ് വേറെ ആരുമല്ല, നമ്മുടെ ബേപ്പൂർ സുൽത്താൻ തന്നെയാണ്. അതെ, അദ്ദേഹത്തിന്റെ എല്ലാ കഥകളിലും പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് അദ്ദേഹം തന്നെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതില് ഏകദേശം ഒരു 7-8 വയസ്സ് പ്രായമുള്ള സമയത്തുള്ള സംഭവങ്ങളാണ് അദ്ദേഹം കഥയാക്കി എഴുതിയിരിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. കഥ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടാലോ? ഒന്ന് നമ്മുടെ പ്രധാന കഥാപാത്രമായ സുൽത്താൻ തന്നെയാണ്. 2 അദ്ദേഹത്തിന്റെ സഹോദരനായ അബ്ദുൾ റഹ്മാൻ, പിന്നെ അദ്ദേഹത്തിന്റെ ഉമ്മയും ബാപ്പയും. ഇനി ഈ ആനവാല് മോഷ്ടിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണോ അദ്ദേഹമല്ല, ആ കുട്ടി എക്സൈസ് ഇൻസ്പെക്ടറുടെ മകളായ സുൽത്താന്റെ സഹപാഠി കൂടിയായ രാധാമണി. ഇതോടൊപ്പം വേറെ 1-2 കഥാപാത്രങ്ങൾ കൂടിയുണ്ട്. സുൽത്താന്റെ അച്ഛന്റെ നടത്തിപ്പുകാരനായ ശങ്കരൻകുട്ടി, അദ്ദേഹത്തിന്റെ ഭാര്യയും സുൽത്താന്റെ വീട്ടിലെ ജോലിക്കാരിയും കൂടിയായ നങ്ങേലി, അവരുടെ മകനും സുൽത്താന്റെയും അബ്ദുൾ റഹ്മാന്റെയും കളിക്കൂട്ടുകാരൻ കൂടിയായ നത്ത് ദാമു എന്ന ദാമോദരൻ. ഇത്രയും പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഇനി കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് രാധാമണിക്ക് വേണ്ടിയിട്ടാണ് താൻ ഈ മോഷണം നടത്താൻ നോക്കുന്നതെന്നും മോഷ്ടിക്കാൻ പോകുന്നത് 1-2 ആൾക്കാരെ കുത്തിയും ചവിട്ടിയും കൊന്ന ഒരു വലിയൊരു കൊമ്പനാനയുടെ വാല് മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടാണ് എന്നും പറഞ്ഞിട്ടാണ്. അന്നത്തെ കാലത്ത് സുൽത്താൻ ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നു, ആനപ്പൂട. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആനവാലിനെ അദ്ദേഹം വിളിച്ചിരുന്നത് ആനപ്പൂട എന്നാണ്. കൂടെയുള്ള സഹപാഠികളൊക്കെയും അദ്ദേഹത്തെ കളിയാക്കിയിരുന്നത് ആനപ്പൂട എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അന്നത്തെ കാലത്ത് ഈ കുട്ടികളുടെ പേടി മാറാൻ വേണ്ടിയിട്ട് ആനയുടെ കാലിനടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന ഒരു ചെറിയൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് നമ്മുടെ സുൽത്താനും നേരിടേണ്ടി വരികയാണ്. അതിനാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. തൻ്റെ അനിയൻ അബ്ദുൾ റഹ്മാന് വലത് കാലിനൊരു മുടന്നുണ്ട്. തന്നെക്കാട്ടിലും വെറും 1 വയസ്സിന് മാത്രം ഇളയതാണെങ്കിൽ കൂടിയും ഈ ഒരു കാരണം കൊണ്ട് തന്നെ എല്ലാവർക്കും അവനോട് ഒരല്പം സ്നേഹവും അലിവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അതിനെല്ലാം പഴി കേൾക്കേണ്ടി വരുന്നത് നമ്മുടെ പാവം സുൽത്താനാണ്. അങ്ങനെയാണ് ഈ ആനയുടെ കാലിനടിയിൽ കൂടി ഓടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മുടെ സുൽത്താൻ എത്തിപ്പെടുന്നത്. അതിന്റെ സംഭവം ഇങ്ങനെയാണ്. ചേട്ടനും അനിയനും, അതായത് നമ്മുടെ സുൽത്താനും അബ്ദുൾ റഹ്മാനും കിടന്നുറങ്ങുന്നത് സ്ഥിരമായിട്ട് ബാപ്പയുടെ കട്ടിലാണ്. എന്നാൽ എല്ലാ ദിവസവും രാത്രിയിൽ ആരോ ഒരാള് കാര്യമായിട്ട് മുള്ളുന്നുണ്ട്. ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായി. ഒടുവില് നിവൃത്തിയില്ലാതെ സുൽത്താൻ ഉമ്മയുടെ അടുത്തേക്ക് മാറി കിടക്കുകയാണ്. അന്നും ഈ പറഞ്ഞതുപോലെ ബാപ്പയുടെ കട്ടിലില് നമ്മുടെ അബ്ദുൾ റഹ്മാൻ കാര്യം സാധിക്കുന്നുണ്ട്. പക്ഷെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇവൻ പറയുന്നത് ഇക്കാക്ക എൻ്റെ കട്ടിലിൽ വന്ന് കാര്യം സാധിച്ചിട്ട് തിരിച്ച് ഉമ്മയുടെ അടുത്ത് പോയി കിടന്നതാണെന്നാണ്. ഇതോടുകൂടി എല്ലാവരും നമ്മുടെ സുൽത്താനെ കളിയാക്കാൻ തുടങ്ങി. പേടിച്ചിട്ടാണ് ആള് രാത്രി കിടക്കപ്പായയിൽ കാര്യം സാധിക്കുന്നതെന്ന് പറഞ്ഞതോടുകൂടി എല്ലാവർക്കും ആളെ ആനയുടെ കാലിന്റെ അടിയിൽ കൂടി ഓടിക്കണം എന്നായി. അത് ഓടിച്ചാൽ പേടി മാറും, എന്നാ പിന്നെ സുൽത്താനെ കൊണ്ട് അതങ്ങ് ചെയ്യിച്ചേക്കാം എന്ന് തന്നെ തീരുമാനമായി. ഇങ്ങനെ ഓടിയതിന് ശേഷം അത് വലിയൊരു സംഭവമായിട്ടാണ് സുൽത്താൻ പറയുന്നത്. താനൊരു കേമനാണ്, ആനയുടെ കാലിനടിയിൽ കൂടി ഓടാൻ അത്രയും വലിയ കേമന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രീതിക്കാണ് തന്നെ കുറിച്ച് തന്നെ സുൽത്താൻ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതിനു ശേഷം മറ്റൊരു സംഭവത്തിൽ അബ്ദുൾ റഹ്മാൻ പിടിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം
സുൽത്താൻ ആനക്കാരോട് ആനവാല് തരാമോ എന്ന് ചോദിക്കുന്നത്. കാരണം തൻ്റെ പുസ്തകത്തിനിടയിൽ വയ്ക്കാൻ മയിൽപ്പീലി തന്ന കൂട്ടുകാരിക്ക് ആനവാല് പ്രത്യുപകാരമായി കൊടുക്കാന്ന് വാക്ക് കൊടുത്തുപോയി. വാക്ക് പാലിക്കണം. പക്ഷേ ആനക്കാര് അത് കേട്ടില്ല. സുൽത്താന് വല്ലാത്ത അരിശം തോന്നി. കാരണം അത്രയും നാള് ആനക്കാരുടെ കൂടെ ഒരു കയ്യാളെ പോലെയായിരുന്നു താൻ നിന്നിരുന്നത്. ആനക്കാരോട് വലിയ ബഹുമാനമായിരുന്നു. ആനക്കാര് വലിയ കേമന്മാരാണെന്നാണ് സുൽത്താൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ താൻ ചോദിക്കുമ്പോൾ ഒരു ആനവാല് തരേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അവര് തരാത്തത്? രക്ഷയില്ല. അപ്പൊ ഇനി താൻ തന്നെ ശ്രമിക്കണം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആറ്റില് ആനയെ കുളിപ്പിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇവരും അതിൻ്റെ കൂട്ടത്തിൽ കുളിക്കാൻ ഇറങ്ങുകയാണ്. അങ്ങനെ ആ ഒരു അവസരം മുതലെടുത്ത് മുങ്ങാങ്കുഴിയിട്ട് നമ്മുടെ സുൽത്താൻ നേരെ പോയി പണി പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാന്നല്ലേ? ആനവാല് പിടിച്ചിട്ട് ഒരൊറ്റ കടി, കടിച്ചു മുറിച്ച് വാലെടുക്കാം എന്ന് ചിന്തിച്ച സുൽത്താന് അവിടെ തെറ്റിപ്പോയി. വേദന കൊണ്ട് പൊളഞ്ഞ ആന ആകെ മതമിളകിയ പാടായി. മൊത്തം ബഹളവും ഒച്ചപ്പാട് ഒക്കെ ആയിട്ട് ആകെ മൊത്തം വല്ലാത്ത ബുദ്ധിമുട്ടായി. ഇതിനിടയ്ക്ക് എങ്ങനെയൊക്കെയോ നീന്തിയും നിരങ്ങിയും സുൽത്താൻ വീടെത്തി. അന്ന് രാത്രിയിൽ സുൽത്താൻ തൻ്റെ ബാപ്പയോട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ശരിക്കും അപ്പോഴാണ് സുൽത്താൻ്റെ ബാപ്പയും ഉമ്മയും കാര്യം അറിയുന്നത്. ഇതറിഞ്ഞ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും വല്ലാത്ത ചിരിയാണ് വന്നത്. അങ്ങനെയാണ് ബാപ്പയുടെ വാക്കും പ്രകാരം സുൽത്താന് ആനവാല് കിട്ടുന്നത്. പിറ്റേ ദിവസം ഈ വാലും കൊണ്ടുവന്ന് ക്ലാസ്സിൽ വലിയ ആളായി കേട്ടോ. ഇതാണ് ആനപ്പൂട എന്ന് പറയുന്ന കഥ. ഇതിനിടയ്ക്ക് വളരെ രസകരമായിട്ട് നല്ല നർമ്മം ചേർത്ത് തന്നെയാണ് സുൽത്താൻ ഈ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. വായിക്കാൻ നല്ല രസവുമാണ്. ഇതിനകത്ത് വേറെ കുറച്ച് കഥാപാത്രങ്ങൾ കൂടിയുണ്ട്. അതാരാന്ന് കൂടി നമുക്ക് നോക്കാം. സുൽത്താൻ്റെ മാമി, കൊച്ചെളയമ്മ, ഉപ്പാപ്പ, ഉമ്മുമ്മ, മാമ, ഇങ്ങനെ കുറച്ച് പേര്. പിന്നെ അല്ലാതെ അച്ഛൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, ബാപ്പായുടെ കുറച്ച് കൂട്ടുകാരുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ കൊച്ചു സുൽത്താനെ ആനയുടെ കാലിൻ്റെ അടിയിൽ കൂടി ഓടിച്ച് എല്ലാം ഒന്ന് കുളമാക്കിയെടുത്ത കഥയാണ് ആനപ്പൂട. ആനപ്പൂട എന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി ഇത് ഓഡിയോ ബുക്ക് പോലെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇനിയൊരു വീഡിയോയിൽ ഞാനതങ്ങനെ വായിച്ചു തരാം. ഇത് ഈ കഥയുടെ ഒരു സാരാംശം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.